കുഞ്ഞുണ്ടായി 28-ാം ദിവസം കട്ടിൽ നിന്നും വലിച്ച് താഴെയിട്ടു. തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഭർത്താവ് അന്ധവിശ്വാസിയാണെന്നും കേസുമായി മുന്നോട്ട് പോകുമെന്നും യുവതിയും കുടുംബവും വ്യക്തമാക്കി. പ്രതികരണമുണ്ട്. ആദ്യം അത് കേൾക്കാം. ഇങ്ങനത്തെ പേടിപ്പിക്കൽ ഇതൊക്കെയാണ്. പെൺകുഞ്ഞുണ്ടായതിൻ്റെ പേരിലാണ് കൂടുതലും ഇതായിട്ട്. പിന്നെ എൻ്റെ അച്ഛനോട് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയലും ഇതായിട്ട്. അച്ഛൻ്റെ പൈസ തന്നെ വേണമെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാവുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അപ്പം അന്നേരം അയാൾ എന്നെ വടിയും കൊണ്ട് അടിക്കും. തലയുടെ ഇവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ചിട്ട് തല ചോര ഒലിച്ച് ആശുപത്രിയിലൊക്കെ ആയിട്ട് ആയിരുന്നു. അതിൻ്റെ ബില്ലുണ്ടായിരുന്നു. അതെല്ലാം കത്തിച്ച് കളഞ്ഞു. ആശുപത്രി പോയി ചെന്നപ്പോൾ അവരോട് പറഞ്ഞു തല ഫിക്സ് വന്ന് തല കട്ടിലിൽ മുട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതായി. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായ. എൻ്റെ തലക്കിട്ട് ഒരു കഞ്ഞി വാർക്കാനൊക്കെ ആയിട്ട് ഒരു ഒരു വടിയുണ്ട്, തടിയൻ വടി. ആ വടിയും വെച്ച് തലക്കടിച്ചതാ. കുഞ്ഞിനെ മറ്റേ പനിയൊക്കെ വന്നിട്ടിരിക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് അവൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ നല്ലോണമൊക്കെ. അവൾക്ക് കുഞ്ഞിനെ ഇതായിട്ട് കുത്തിക്കയറ്റി ഒരു ദിവസം ചോറ് വായിലേക്ക് വെച്ചു കൊടുത്തു. കുത്തിക്കയറ്റി വെച്ചു കൊടുക്കുമായിരുന്നു. വിഷ്ണു പ്രകാശ് ഇരുന്നുണ്ട്. വിഷ്ണു, ആ നീതനായ സാമദ്രോഹി ആരാണ്? ആ സഹോദരി എന്താണ് പറയുന്നത്? രജിഷെ, അങ്കമാലി സ്വദേശിയായിട്ടുള്ള അവരുടെ ഭർത്താവിനെതിരെയാണ് ഇപ്പോൾ ഗുരുതര ആരോപണങ്ങൾ ഈ കുടുംബവും അതുപോലെ യുവതിയും ഉന്നയിക്കുന്നത്. നിലവിൽ ഇവരുടെ പരാതിയിൽ അങ്കമാലി പോലീസ് ഗിരീഷ് എന്ന ഭർത്താവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. നിരന്തരമായി ഇത്തരത്തിലുള്ള ഈ ഒരു പീഡനങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവം ഇത് ചെയ്തു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ യുവതി പറയുന്നത്. ഇത് പെൺകുഞ്ഞുണ്ടായി എന്നുള്ള ഒരു കാരണത്തിൽ, പെൺകുഞ്ഞുണ്ടായതിനു ശേഷമാണ് 2020-ലായിരുന്നു ഇരുവരുടെയും വിവാഹം. പിന്നീട് 2021-ൽ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ കൊടും ക്രൂരമായി ഉള്ള ഉപദ്രവം ഈ യുവതിക്ക് നേരിടേണ്ടി വരുന്നത്. അതിൽ ഈ പെൺകുഞ്ഞുണ്ടായതാണ് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതാണ് പറയുന്നത്. പെൺകുഞ്ഞുണ്ടായി 28-ാം ദിവസം തന്നെ ഈ യുവതിയെ കട്ടിൽ നിന്നും വലിച്ച് താഴെയിട്ട് ഉപദ്രവിക്കുന്നു. പിന്നീട് നിരവധി തവണ ഇത്തരത്തിൽ ഈ കുഞ്ഞിന്റെ പേരും പറഞ്ഞുള്ള ഉപദ്രവം നിരന്തരം ഈ പെൺകുട്ടിക്ക് ഏൽക്കേണ്ടി വന്നു. അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെടാനുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അടക്കമുള്ളവ അത് ഒന്നിലധികം തവണ ഈ വീട്ടുകാർ ഈ ഫോൺ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് ഫോൺ നശിപ്പിക്കുക, അതുപോലെ അമ്മയുമായി സംസാരിക്കാനുള്ള മാർഗങ്ങൾ ഇല്ലാതാക്കുക, അങ്ങനെ ഒരു വിധത്തിലും ഈ പെൺകുട്ടിയെ ഒരു കുടുംബമായി എന്തെങ്കിലും ഇവരുടെ ദുഃഖം പങ്കുവെക്കാൻ പോലും സാധിക്കാത്ത വിധം അത്ര ക്രൂരമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബവും അതുപോലെ ഈ യുവതിയും പറയുന്നത്. കുഞ്ഞുണ്ടായ 28-ാം ദിവസം തന്നെ ഒരു ഉപദ്രവം നേരിട്ടു. പിന്നീട് പല തവണകളിലായി വടി ഉപയോഗിച്ചും ഇരുമ്പ് തട്ട് ഉപയോഗിച്ചുമെല്ലാം ശരീരത്തിലുൾപ്പെടെ വലിയ പാടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉപദ്രവം ഈ യുവതി നേരിട്ടു. ഈ കുടുംബം ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ 16-ാം തീയതിയാണ് ഇതിനൊടുവിൽ ഇവർ വീട്ടിലോട്ട് ചെന്ന് ഈ പെൺകുട്ടിയുമായി തിരികെ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് മടങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ ദിവസം തന്നെ അങ്കമാലി പോലീസിൽ ഇവർക്ക് ഈ വളരെ ഗൗരവമേറിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.